ഡിസോർഡറുകൾ പല ടൈപ്പുണ്ട്. ചിലർ സൈക്കോകളായിരിക്കും, സൈലൻറ്റ് കില്ലർ പോലെയായിരിക്കും ചിലർ ടോട്ടലി ആരോടും മിണ്ടാണ്ട് സൈലൻ്റായിട്ടിരിക്കുന്നവരായിരിക്കാം. ചിലർ സൈലൻ്റായിരുന്ന വ്യക്തി, അതുവരെ ആരോടും മിണ്ടാണ്ട് നടന്ന വ്യക്തി നമുക്ക് പേഴ്സണലി അറിയാം. അയാൾ ആരോടും മിണ്ടില്ല, പക്ഷേങ്കിൽ അയാൾ അഞ്ചുഷം എല്ലാവരോടും നിർത്തിപ്പിടിച്ച് കഥകൾ പറയാൻ തുടങ്ങി. മനസ്സിലായോ? ഇങ്ങനെയായിരിക്കാം. ചിലർ വിഷങ്ങളായിത്തീരും, നമുക്ക് പേഴ്സണലി അറിയാം. എൻ്റെ ഒരു ശത്രു അതാണ് കേട്ടോ, പറഞ്ഞില്ല വേണ്ടില്ല. അത് വിഷമാണ്. കാരണം നമ്മൾ എന്ത് പറഞ്ഞാലും അതിനെ 100 ഇരട്ടി വളച്ചൊടിച്ച് പലരുടെയും ചെവികളിൽ എത്തിക്കുക, ഇതൊക്കെയാണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയടിപ്പിക്കുക. അതൊക്കെ സൈക്കോ ആണ്. അതൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും അതൊക്കെ മാറുന്നില്ല എന്നാണ്, സ്വന്തം ഐഡൻറ്റിറ്റി അറിയാത്തത്. എനിക്ക് വേറെ ആളെ അറിയാമെന്നുള്ളത് ഡുവൽ പേഴ്സൺ ആണ്. നല്ലതും ചിന്തിക്കും, തൊട്ട് പുറകെ മോശവും ചിന്തിക്കും. മനസ്സിലായോ? അങ്ങനെയൊക്കെ പല രീതിയിൽ വരും. ആൾ നല്ലതും ചിന്തിക്കും, പോസിറ്റീവും നെഗറ്റീവും ചിന്തിക്കും. ആൾക്ക് സ്വന്തമായിട്ട് ഒരു സ്റ്റാൻഡ് ഉണ്ടാവാൻ പേടിയാണ്, സ്റ്റാൻഡിൽ നിൽക്കാനായിട്ട്. ഒരാളെയും കൂട്ടുകൂടാൻ പേടിയായിരിക്കും. ഡിസോർഡറിൻ്റെ പല വിധമാണ് ഞാൻ പറയുന്നത്. പിന്നെ ചിലർ പഠിച്ചതൊക്കെ മറന്നു പോവാം. പഠിച്ചത് മൊത്തം എല്ലാം ബ്ലാങ്ക് ആവും, ടോട്ടലി ഒരു ബ്ലാങ്ക് ആവും അത് കഴിയുമ്പോൾ. ചിലർക്ക് ഇല്ലാത്ത കഴിവുകൾ വരാം. ഡാൻസ് കളിക്കാത്തൊരു ഡാൻസ് കളിച്ചെന്നിരിക്കും, പാട്ട് പാടാത്തൊരു പാട്ട് പാടിയെന്നിരിക്കാം, അതുവരെയും പാട്ട് പാടാത്തവരായിരിക്കാം. ചിലപ്പോൾ ഈ കഴിവുകളൊക്കെ നഷ്ടപ്പെട്ടെന്നിരിക്കാം. പിന്നെ ഇതൊക്കെ പിന്നീട് വേറെ കുറച്ച് പേർക്ക് പിന്നെ ചിലർ ഭയങ്കര ബോൾഡായി തീരാം. മനസ്സിലായോ? ലൈഫിൽ ചിലർ ഭയങ്കര ബോൾഡായി വരും. പിന്നെ ഡിസോർഡർ വേറെയാണ്, മെൻ്റൽ വേറെയാണ്. ഡിസോർഡറിൻ്റെ ഫസ്റ്റ് സിംറ്റംസ് കുറച്ച് കഴിയുമ്പോൾ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് വരും. സംസാരിക്കാൻ അവർക്ക് പറ്റില്ല. എല്ലാം ചുറ്റിനും നടക്കുന്ന അറിയും, പക്ഷേ സംസാരിക്കാൻ, ഒരു കാര്യം പറയാൻ കുറേ സമയം എടുക്കും, എഫേർട്ട് എടുക്കും. എഫേർട്ട് എടുത്തേ സംസാരിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ എനിക്ക് ഫുഡ് വേണമെന്ന് പറയാൻ തന്നെ ചിലപ്പോൾ ഒരു 10 മിനിറ്റോളം എടുത്തെന്നിരിക്കാം. പിന്നെ അവർക്ക് ക്ഷീണമായിരിക്കാം, അവർ എണീക്കില്ല. ചിലർ ഹൈപ്പർ ആയിരിക്കാം, ചിലർ ടോട്ടലി ഡിഫറെൻ്റ് ആയിപ്പോവും. ഹൈപ്പർ എന്ന് ചിലപ്പോൾ ആൾ സൈലൻ്റ് ആവാം. അതുപോലെ തന്നെ നീറ്റ്നെസ്സിൻ്റെ കാര്യത്തിൽ അങ്ങനെ